ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ഭാഗവതകഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 4-ാമത്തെ സ്കന്ധത്തിലെ 46-ാമത്തെ കഥയായ ധ്രുവൻ സ്വർഗത്തിലേക്ക്. ധ്രുവ മഹാരാജാവ് യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങിയ വാർത്ത കേട്ടപ്പോൾ ധനേശ്വരനായ കുബേരൻ ഉടനെ തന്നെ ധ്രുവൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. ചാരണ യക്ഷ കിന്നരന്മാർ അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു. ധ്രുവൻ അടുത്തു ചെന്നു വിനയപൂർവ്വം തൊഴുത് ആദരിച്ചു. കുബേരൻ നന്ദിയോടെ ധ്രുവനോട് മൊഴിഞ്ഞു. ഹേ ക്ഷത്രിയപുത്ര, ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. അങ്ങ് പിതാമഹൻ്റെ നിർദ്ദേശമനുസരിച്ച് വൈരം ഉപേക്ഷിച്ചതിന് നന്ദിയുണ്ട്. അങ്ങ് യക്ഷന്മാർ അങ്ങയുടെ സഹോദരനെയും കൊന്നിട്ടില്ലെന്ന സത്യം മനസ്സിലാക്കിയതിൽ സന്തോഷം. കാലസ്വരൂപനായ ഭഗവാൻ തന്നെയാണ് ജീവികളുടെ ജന്മത്തിനും നാശത്തിനും കാരണക്കാരൻ. അതുകൊണ്ട് സർവഭൂതാത്മക സ്വരൂപനായ മഹാവിഷ്ണുവിനെ ഭജിക്കുക. അങ്ങ് വരത്തിന് അർഹനാണ്. ഭയവും സംശയവും കൂടാതെ ഏതു വരവും എന്നോട് ചോദിക്കാം, ഞാൻ നൽകുന്നതാണ്. കുബേരൻ ധ്രുവനെ വരം വാങ്ങുന്നതിന് പ്രേരിപ്പിച്ചു. പരമഭക്തനായ ധ്രുവൻ ധനാധിപതിയിൽ നിന്ന് ഭഗവാന്റെ നിരന്തര സ്മരണ തന്നെ വരമായി വരിച്ചു. ഭഗവത് സ്മൃതി കൊണ്ട് സാധാരണക്കാർക്ക് അജ്ഞാന തമസ് തരണം ചെയ്യുവാൻ കഴിയുന്നു. വരം നൽകി കുബേരൻ സന്തുഷ്ടചിത്തനായി മറഞ്ഞു. കൊട്ടാരത്തിലെത്തിയ ധ്രുവൻ കർമ്മസ്വരൂപനും യജ്ഞേശ്വരനുമായ ഭഗവാനെ മഹായജ്ഞങ്ങൾ നടത്തി പ്രീതിപ്പെടുത്തി. ഭക്തവത്സലനായ ഭഗവാനിൽ ഉറച്ച ഭക്തിയോടെ ധ്രുവൻ സർവപ്രാണികളിലും തന്നിലും ഒരുപോലെ ഭഗവാനെ ദർശിച്ചു. ശീലസമ്പന്നനും ദീനവത്സലനും ബ്രഹ്മജ്ഞാനിയുമായിരുന്ന ധ്രുവനെ പിതാവിനെ പോലെ ആദരിച്ചു. അദ്ദേഹം ഭോഗങ്ങൾ കൊണ്ട് പുണ്യക്ഷയവും യജ്ഞോപവാസാദികൾ കൊണ്ട് പാപക്ഷയവും നേടി 36,000 സംവത്സരം രാജ്യം ഭരിച്ചു. അതിനുശേഷം വിരക്തിയോടെ തൻ്റെ രാജസിംഹാസനം പുത്രനെ ഏൽപ്പിച്ചു. ഈ ലോകം മുഴുവനും ഗന്ധർവ നഗരം പോലെ മായാകൽപ്പിതമാണെന്ന് ധ്രുവൻ തിരിച്ചറിഞ്ഞു. സ്ത്രീ ശരീരം, പുത്രന്മാർ, സുഹൃത്തുക്കൾ, സൈന്യം, ധനം, കൊട്ടാരം, ഭൂമി എന്നുവേണ്ട സർവഭോഗങ്ങളും നശ്വരമെന്നു കരുതി എല്ലാം ഉപേക്ഷിച്ച് ധ്രുവൻ ബദരിയാശ്രമത്തിലേക്ക് പോയി അവിടെ താമസിച്ചു. പിറ്റേന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ നിന്ന് ഉണർന്നു. പുണ്യനദികളായ അളകനന്ദയിൽ കുളിച്ചു. യമനിയമാദികളാൽ അന്ധക്കരണങ്ങൾ അടക്കി ആസനസ്ഥനായി പ്രാണായാമം ചെയ്ത് പ്രാണനെ ജയിച്ച് സമാധിയിൽ മുഴുകി. ആനന്ദബാഷ്പം പൊഴിഞ്ഞു. സ്വശരീരത്തെപ്പോലും വിസ്മരിച്ചു. ആകാശത്ത് ദിവ്യവിമാനം പ്രത്യക്ഷപ്പെട്ടു. 10 ദിക്കുകളും സ്വർണശോഭയിൽ വിളങ്ങി. വിമാനത്തിൽ ചതുർബാഹുക്കളുള്ള നീലമേഘശ്യാമളന്മാരായ 2 വിഷ്ണുപാദർശന്മാർ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ ധ്രുവൻ എഴുന്നേറ്റ് തൊഴുതു. ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നമസ്കരിച്ചു. ആ പാർഷദന്മാർ സുനന്ദനന്ദനന്മാരായിരുന്നു. അവർ എപ്പോഴും ഭഗവാന്റെ പാദപത്മങ്ങളിൽ രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ധ്രുവൻ വിനയാന്വിതനായി തലകുനിച്ചു നിന്നു. സുനന്ദനന്ദനന്മാർ മന്ദസ്മിതം തൂകി ധ്രുവനോട് ഉര ചെയ്തു. അങ്ങേക്ക് നന്മ ഭവിക്കട്ടെ. 5 വയസ്സുള്ളപ്പോൾ അങ്ങ് ഭഗവാനെ ഏകാഗ്രമായ ധ്യാനം കൊണ്ട് സന്തോഷിപ്പിച്ചതാണല്ലോ. ആ ദേവന്റെ കിങ്കരന്മാരാണ് ഞങ്ങൾ അങ്ങയെ ഭഗവത് സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വന്നവരാണ്. പ്രാപിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷ്ണുപദം അങ്ങ് എളുപ്പം നേടിയിരിക്കുന്നു. സപ്തർഷികൾക്ക് പോലും ആ സ്ഥാനം നോക്കിക്കാണാനേ കഴിഞ്ഞിട്ടുള്ളൂ. പ്രാപിക്കാൻ സാധിച്ചിട്ടില്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമെല്ലാം ആ ദിവ്യസ്ഥാനത്തെ പ്രദക്ഷിണം വയ്ക്കുന്നു. ആ സ്ഥാനം പ്രാപിക്കുക അങ്ങയുടെ പൂർവികന്മാർക്ക് ആർക്കും തന്നെ ആ സ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഭഗവാൻ അയച്ചിട്ടുള്ള ഈ വിമാനത്തിൽ കയറുവാൻ അങ്ങ് അർഹനാകുന്നു. കിങ്കരന്മാരുടെ വാക്കുകൾ കേട്ട് വിഷ്ണുഭക്തനായ ധ്രുവൻ സന്തോഷിച്ചു. നദിയിൽ പോയി കുളിച്ച് നിത്യകർമ്മങ്ങൾ ചെയ്ത് ഋഷീശ്വരന്മാരെ വന്ദിച്ച് അനുഗ്രഹം നേടി. വിഷ്ണു കിങ്കരന്മാരെയും വിമാനത്തെയും പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. പെട്ടെന്ന് ധ്രുവശരീരം ദിവ്യപ്രഭയാർന്നു. വിവരമറിഞ്ഞ് കാലദേവൻ അടുത്തെത്തി. 2 പേരും പരസ്പരം കണ്ടു. കാലൻ്റെ ആഗ്രഹമനുസരിച്ച് ധ്രുവൻ ആ തലയിൽ ചവിട്ടി വിമാനത്തിൽ കയറിയിരുന്നു. ദേവവാദ്യങ്ങൾ മുഴങ്ങി. ആകാശത്തു നിന്നും ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു. ഗന്ധർവ പ്രമുഖന്മാർ ഗാനമുതിർത്തു. സ്വർഗലോകത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചപ്പോൾ ദുഃഖിതയായ അമ്മയെക്കുറിച്ച് ധ്രുവൻ ഓർത്തു. താൻ തനിച്ച് എങ്ങനെ സ്വർഗത്തിൽ പോകും? തൻ്റെ എല്ലാമാണ് അമ്മ. അവരില്ലായിരുന്നുവെങ്കിൽ തനിക്ക് വിഷ്ണുപദം പോകുവാൻ അവസരം വരുമായിരുന്നില്ല. അതുകൊണ്ട് അമ്മയെ വിട്ടു പോകുന്നത് ശരിയല്ലെന്ന് ധ്രുവൻ ഉറപ്പിച്ചു. അപ്പോഴാണ് ധ്രുവൻ അറിയുന്നത് മുന്നിലുള്ള വിമാനത്തിൽ അമ്മയുണ്ടെന്ന്. പുത്രൻ അമ്മയെ കണ്ടു. വിമാനം പറന്നുയർന്നു.
3 ലോകങ്ങളെയും പിന്നിട്ട് സപ്തർഷിമാരെ അതിക്രമിച്ച് വിമാനം വിഷ്ണുപദം പ്രാപിച്ചു. സ്വയം പ്രകാശിക്കുന്നതും ജീവികളിൽ കരുണ ഇല്ലാത്തവർക്ക് പ്രാപിക്കാൻ കഴിയാത്തതുമാണ് ആ സ്ഥാനം. ശാന്തന്മാരും സമദർശികളും പ്രാണികളെ സ്നേഹിക്കുന്നവരുമായിരുന്നവർ ആ അച്യുതപാദത്തെ അനായാസേന പ്രാപിക്കുന്നു. ഇപ്രകാരം ഉത്ഥാനപാദപുത്രനും കൃഷ്ണപരായണനുമായ ധ്രുവൻ 3 ലോകങ്ങളിലുടെയും ശിരോലങ്കാരമായി ഭവിച്ചു. ചക്കുകുറ്റിയിൽ കാളകൾ കറങ്ങുന്നതുപോലെ ധ്രുവസ്ഥാനം കേന്ദ്രീകരിച്ച് ജ്യോതിർചക്രം അതിവേഗത്തിൽ തിരിയുന്നു. ധ്രുവന്റെ മാതിശയം കണ്ട് സർവജ്ഞനായ നാരദ മഹർഷി പ്രചേതസ്സുകളുടെ സത്രത്തിൽ വെച്ച് ഇങ്ങനെ പാടിപ്പുകഴ്ത്തി: പതിവ്രത രത്നമായ സുനീതിയുടെ പുത്രൻ നേടിയ സ്ഥാനം പ്രാപിക്കുവാൻ ദേവജ്ഞരായ ഋഷിമാർക്ക് പോലും കഴിയുന്നില്ല. അപ്പോൾ പിന്നെ രാജാക്കന്മാരുടെ കഥ പറയണോ? 5 വയസ്സു മാത്രം പ്രായമുള്ള ധ്രുവൻ ചെറിയമ്മയുടെ ക്രൂരവാക്കുകൾ കേട്ട് വേദനിക്കുന്ന മനസ്സോടെ വനത്തിലേക്ക് പോയി ഭഗവാനെ ഭജിച്ച് ജയിച്ചു. മറ്റു രാജാക്കന്മാർക്ക് അനേക വർഷങ്ങൾ കൊണ്ടുപോലും പ്രാപിക്കാൻ സാധിക്കാത്ത ആ സ്ഥാനം വൈകുണ്ഠം ധ്രുവൻ ഏതാനും നാളുകൾ കൊണ്ട് നേടിയെടുത്തു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു കഥയുമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ഹരേ കൃഷ്ണ.